ഹലോ ഫ്രണ്ട്സ്, വൾച്ചർ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻക്രാഫ്റ്റ് ജാവ എഡിഷനിൽ ഒരു ഗൺ മോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗൺ മോഡിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ടൈംലെസ് ആൻഡ് ക്ലാസിക് സീറോ എന്നോ ഈ ഫോർജ് വെബ്സൈറ്റിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഇതിൻ്റെ ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇനിയും സപ്പോർട്ട് തരിക. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് മോഡ്സ് ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആനിമേഷൻ കാണിച്ചു തരാം. ഈ തോക്കൊക്കെ റീലോഡ് ചെയ്യുന്നത്. ഇത് റീലോഡ് ചെയ്യാൻ 6 നിൽക്കുക റീലോഡ് ആവും കേട്ടോ. എന്തായാലും ആനിമേഷൻ ഇതിപ്പോൾ ഒരു സ്നൈപ്പറാണ് തോന്നുന്നു. നോക്കട്ടെ, സ്പ്രിംഗ് റൈഫലോ അങ്ങനെന്തോ ആണെന്നുള്ള നമ്മുടെ പേര് നോട്ടെ. അങ്ങനെന്തോ ആണ്, സ്നൈപ്പർ എന്തോ ആണ്. അപ്പോൾ എന്ത് ടാർഗറ്റ് ഇത് ഒറ്റ റീലോഡ് തന്നെ. ഇതിൽ 10 വരുന്ന 5 ഇങ്ങനെയാണ് ഇതിൻ്റെ ലിസ്റ്റ്. ഈ മോഡ്സിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെയാണുള്ളത് ഇതിൻ്റെ. ഓക്കെ, അതാണ് ഇത്രയും ഐറ്റംസാണ് ഈ മോഡ്സിലുള്ളത്. ഇതിൻ്റെ ഗൺ സ്മിത്ത്, ഗൺ ഉണ്ടാക്കാനുള്ള ടേബിള്, നമ്മൾ സർവൈവൽ മോഡിലൊക്കെ അറ്റാച്ച്മെൻറ്റ് ടേബിൾ അങ്ങനെന്താണ് അറ്റാച്ച് ചെയ്യാനുള്ള ഈ സാധനങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള സാധനം. പിന്നെ ഉള്ളത് ആമോ ടേബിൾ, ആമോ ഉണ്ടാക്കാനുള്ള ടേബിളാണ്. പിന്നെ ടാർഗറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള, നിലത്ത് പ്ലേസ് ചെയ്യാനുള്ളത്. പിന്നെ എന്താ സ്റ്റോൺ സ്റ്റാച്ചു പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഉണ്ട്, അത് ഞാൻ ബാക്കിൽ കാണിച്ചു തരാം. പിന്നെ മൈൻകാർട്ട് വെച്ചിട്ട് മൈൻകാർട്ട് വിത്ത് ടാർഗറ്റ് ഉള്ളതുണ്ട്. പിന്നെ കുറേ ബോക്സ്. ഇതാണ് ആമോസ്. ഇതിൻ്റെ ഓരോ ഇതിലും കാണിക്കുക താഴത്ത് .50BMG എന്ന് പറഞ്ഞിട്ട് ഓരോ ഗണ്ണിൻ്റെ ആമോസ് അതിൽ തന്നെ കാണിക്കും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റീവ് മോഡിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിരിക്കും, എത്ര വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെയാണ് ഈ മോഡിൽ സാധനങ്ങൾ വരുന്നത്. പിന്നെ കുറേ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇത് എക്സ്ട്രാ എന്തൊക്കെയോ ആമോസ് വെക്കാനുള്ള എന്തൊക്കെയാണ്. നമുക്ക് വീഡിയോസ് ബാക്കി ഗൺസിലേക്ക് പോവാം. ഇത് P320 അങ്ങനെന്തോ ആണ് അല്ലേ. ഇത് നമുക്ക് ഫ്രീ ഫയർ ആ ഫീലിംഗ് വരുന്നുണ്ട്. അല്ലേ, ഇതിൻ്റെ റീലോഡിങ് കാണിച്ചു തരാം. ഇത് 6 നിൽക്കിയാൽ റീലോഡ് ആവും. പിന്നെ ഷിഫ്റ്റ് നിൽക്കിയാൽ നമുക്ക് ചെരിച്ച് പിരിച്ചിട്ട് അല്ലേ. ഇതാണ് അതിൻ്റെത്. പിന്നെ ഡെസേർട്ടുകൾ, ഗോൾഡൻ ഡെസേർട്ടുകൾ പറഞ്ഞിട്ട് അതിൻ്റെ ഇതൊന്നും കാണിച്ചു തരാം. ഇതിപ്പോൾ റീലോഡ് ചെയ്യട്ടെ. ഇതിൻ്റെ ആനിമേഷൻ കണ്ടു കേട്ടോ. ഇങ്ങനെയാണ് ഡെസേർട്ടൊക്കെ വരുന്നത്. പിന്നെ B93 അങ്ങനെന്തോ ആയിട്ടുള്ള ഒരു ഗണ്ണാണ്. അതായത് ഇതിൻ്റെ റീലോഡിങ് കാണിച്ചാൽ അല്ലേ. ഇതാണ് ഇതിൻ്റെ റീലോഡിങ് അല്ലേ. അങ്ങനെയാണ് ഇതിൻ്റെത്. അടുത്തത് 50Z അങ്ങനത്തെ ആയിട്ടുള്ള ഗണ്ണാണ്. അതിൻ്റെ ഇത് കാണിച്ചു. അതാണ് ഈ ഗണ്ണ്. പിന്നെ ഉള്ളത് M90-1911 അങ്ങനത്തെ ഉണ്ട് ആ ഗണ്ണ്. അത് കഴിഞ്ഞിട്ട് സ്നൈപ്പർ റൈഫിൾ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് റീലോഡിങ് കാണിച്ചു തരാം.
ഇതിൻ്റെ റീലോഡിങ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഈ മോഡിൻ്റെ എന്താ ശബ്ദം, ആ വൈബ്രേഷനും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് വേറൊരു സ്നൈപ്പർ റൈഫിലാണ് M107 അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നെ. പിന്നെ വേറെ റൈഫിൾ ട്രാഡോർ അങ്ങനത്തെ പറഞ്ഞിട്ട് പഴയ മോഡൽ റൈഫിളില്ല, പഴയ ആൾക്കാർ ആക്കുന്ന അത് റീലോഡിങ് കണ്ടുപിടിക്കും. ഇത് ഒറ്റൊരു ബുള്ളറ്റ് ഒറ്റ റൗണ്ടിലാക്കണം, റീലോഡ് ഇതാക്കണം. പിന്നെ ഉള്ളത് മിനി ഗൺ, അതാണ് മിനി ഗൺ റീലോഡ്. റീലോഡ് ആക്കട്ടെ. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് കണ്ണുണ്ട്, നമുക്ക് നോക്കി വെക്കാം. വേറെ ഏതൊക്കെ കുറച്ച് കണ്ണുകളും നോക്കി വെക്കാം. പിന്നെ ഉള്ളത് ഇപ്പം നമ്മുടെ ഫ്രീ ഫയറിലുള്ള വേറൊരു കണ്ണാണ്. എന്തേലും P90 പറഞ്ഞിട്ടുള്ള അടുത്ത് നോക്കുക വേറെ ഉണ്ടോയെന്ന്. ഷോർട്ട് ഗണ്ണാന്ന് തോന്നുന്നു. നോക്കട്ടെ, വായിച്ചോട്ടെ. DB ഡുറൈൻ എന്തൊക്കെയാണ് പേരൊക്കെ പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. ഇതിനൊക്കെ നോക്കി വെക്കാം. അത് റീലോഡിങ് നോക്കി വെക്കാം. ഇത് ഒറ്റത് രണ്ടുണ്ട്. അടുത്തത് കുറച്ചും കൂടി വലുതാണെന്ന് തോന്നുന്നു. ഇതിന് ഷോർട്ട് ഗണ്ണാണെന്ന് തോന്നുന്നു. പേരെന്താ, ഇതിൽ രണ്ടുണ്ട് അങ്ങനെ റൗണ്ടിൽ ഒരുമിച്ചല്ല, എന്നാലും വൈബാണ്. ആനിമേഷൻ പൊടിയുടെ അങ്ങനെയാണ്. പിന്നെ ഒറ്റൊരു കണ്ണും കൂടി നോക്കി വെക്കാം നമുക്ക്. ഇത് മറ്റേ നമ്മളെ AWM, നമ്മളെ ഫ്രീ ഫയറിൽ മെയിനായിട്ടുള്ള സാധനമാണ് AWM. അത് നോക്കി വെക്കാം. ആനിമേഷനും നോക്കി ചെയ്യുന്നല്ലേ. അങ്ങനെയാണ് ആ ഗണ്ണ്. പിന്നെ വേറെ എന്താ, ഗ്രനേഡ് ലോഞ്ചർ ഉണ്ട്. ഗ്രനേഡ് ലോഞ്ചറും കൂടി നമുക്ക് നോക്കി വെക്കാം. ഒറ്റൊന്ന് പോൾ ആണ് ഗ്രനേഡ് ലോഞ്ചറും. അപ്പോൾ കുറച്ച് നമുക്ക് കുറച്ച് പില്ലേജേഴ്സിനും നമ്മൾ അണ്ണന്മാരെ ഇറക്കിയിട്ടൊന്ന് വെടിച്ച് നോക്കാം. കുറച്ച് പില്ലേജേഴ്സിനൊക്കെ എടുക്കാം. പില്ലേജേഴ്സ് വിൻഡിക്കേറ്റർ എന്താണ് പേര്, പില്ലേജേഴ്സ് അതിൻ്റെ കിട്ടി. പിന്നെ വിൻഡിക്കേറ്റർ കിട്ടി. സ്നൈപ്പർ നോക്കണ്ട. ഓക്കെ, നമുക്ക് കുറച്ച് അണ്ണന്മാരെ ഇറക്കി വെക്കാം. ആടുന്നു ആക്കാം. ഓക്കെ, ക്രിയേറ്റീവിലാകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് ഗണ്ണ് കിട്ടും കേട്ടോ. അല്ല, ഉണ്ട കിട്ടുക.
സർവൈവലാകുമ്പോൾ ഞാൻ പറഞ്ഞ ക്രാഫ്റ്റിംഗ് ടേബിൾ, ആ ക്രാഫ്റ്റിംഗ് ടേബിളും ആമോ ടേബിളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. നമ്മൾ ഒന്ന് മാറ്റിക്കാം. ഒന്ന് ഷിഫ്റ്റ് നെക്കിയിട്ട് അയ്യോ ഈ എഗ്ഗ് ഈ ഷിഫ്റ്റ് നെക്കിട്ടാ നോട്ടെ, അല്ലാണ്ട് അയ്യോ ഇട്ട് സാധനം പോയോ? ടേബിൾ ഇതുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടേണ്ടതാണല്ലോ. അങ്ങനെ പ്ലേസ് ചെയ്ത് അയ്യോ അതന്നെ അങ്ങനെ അമർത്തി നിൽക്കുമ്പോൾ എണീച്ച് നിന്ന് തന്നെ ഷിഫ്റ്റ് നിൽക്കേണ്ട ആ ഒരു റൈറ്റ് ക്ലിക്ക്, മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ. ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. പിന്നെ ആമോ ടേബിൾ അതേപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആമോയും നമുക്ക് ബിൽഡ് ചെയ്യാം. ഓരോ സാധനം ഉണ്ടാക്കേണ്ട അതൊക്കെ ഇൻഗ്രീഡിയൻസും ഒക്കെ കാണിക്കും. ഞാൻ നമുക്ക് എന്തായാലും അണ്ണന്മാരെ നമുക്കൊന്ന് കുറേ ആൾക്കാരുണ്ടല്ലോ. അത് പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. പോയോ? അങ്ങനെയാണ് ഈ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോ ഞാൻ മാക്സിമം ശ്രമിക്കാം എടുക്കാൻ. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.